എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ ഈ ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ നാഗാരാധനയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട്. ആ ഒരു പ്രാധാന്യത്തിൽ കേരള മണ്ണിൽ ഉയർന്നൊരു ക്ഷേത്രം തന്നെയാണ് മണ്ണാറശാലയും വെട്ടിക്കോടും പാമ്പുമേക്കാവൊക്കെ തന്നെ. വെട്ടിക്കോട് നാഗരാജാവിൻ്റെ അനന്തൻ്റെ ഒരു ക്ഷേത്ര ഇതാണ്. എപ്പോഴും നാഗാരാധനയിൽ നമ്മുടെ ജീവൻ്റെ പ്രാണ-ഊർജത്തിൻ്റെ വാനവായു ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നാഗം. നമ്മുടെ ഊർജ പ്രക്രിയയിൽ തന്നെ നാഗ പ്രവർത്തനമുണ്ട്. എപ്പോഴും കുണ്ടലിനി ചൈതന്യം ഉയരുമ്പോൾ സർപ്പം നൃത്തം ചെയ്യുന്നത് പോലെ, സർപ്പം ആനന്ദമാടുന്നത് പോലെ നമ്മുടെ ആ ഒരു സ്പൈനിലൂടെ സംഭവിക്കുന്ന ഊർജ പ്രക്രിയ. പണ്ട് പാമ്പാട്ടി സിദ്ധർ രചിച്ചിട്ടുള്ള ആടുപാമ്പേ ആടാടുപാമ്പേ എന്നുള്ള നാരായണ ഗുരുദേവനും അതിനെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. പണ്ട് പാമ്പാട്ടി സിദ്ധരോട് ഒരു സിദ്ധൻ, കാലാങ്കി സിദ്ധർ, അദ്ദേഹം ഇങ്ങനെ പാമ്പിനെയൊക്കെ പിടിച്ച് നടക്കുന്ന സമയത്ത് വഴിക്ക് വെച്ച് കണ്ടുമുട്ടിയതാണ് കാലാങ്കി സിദ്ധരെ. കാലാങ്കി സിദ്ധരോട് പാമ്പാട്ടി സിദ്ധർ പറഞ്ഞു, ഞാൻ ഏറ്റവും അമൂല്യമുള്ള പാമ്പിനെ പിടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, അതിനുവേണ്ടി നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കാലാങ്കി സിദ്ധർ പാമ്പാട്ടി സിദ്ധരോട് പറഞ്ഞു, അന്ന് സിദ്ധനായിട്ടില്ല, സാധാ ഒരു പാമ്പാട്ടി മാത്രമായിരുന്നു, ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു പാമ്പ് നിൻ്റെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ദീക്ഷ പ്രക്രിയയിലൂടെ അത് അറിയിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹം രചിച്ച പാട്ട് ആടുപാമ്പേ ആടാടുപാമ്പേ, ആനന്ദ നൃത്തം, ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഊർജം, അതാണ് ഏറ്റവും അമൂല്യമായുള്ള ആ ഒരു ഇതെന്നുള്ളത്. എപ്പോഴും നമ്മുടെ എന്തിൻ്റെ അടിസ്ഥാന പശ്ചാത്തലത്തിലും വാനവായു എത്രയോ, നമുക്ക് ഉള്ള 5 മയകോശങ്ങളിലും വാനവായുവിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. നമ്മളിൽ നിലകൊണ്ട് നിൽക്കുന്ന നമ്മുടെ കുലദോഷങ്ങളും നമ്മുടെ ആ രീതിയിലുള്ള എല്ലാ പ്രക്രിയകളും തന്നെ നമ്മുടെ നാഗവുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. അപ്പം നാഗം എന്ന് പറയുന്നതും എപ്പോഴും തന്നെ അനന്തനാവട്ടെ, നാഗേക്ഷി അമ്മയാവട്ടെ, അഷ്ടനാഗങ്ങളാവട്ടെ, എല്ലാം തന്നെ നമ്മുടെ ഊർജത്തിനെയും നമ്മുടെ ചക്രങ്ങളെയും എല്ലാം അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. എപ്പോഴും ജീവപരിണാമത്തിന് കേരള മണ്ണിൽ ഇതുപോലുള്ള മഹാക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നത് അവനവൻ്റെ തന്നെ പരിണാമത്തിന് ഉപകാരപ്പെടും. എല്ലാവർക്കും നമസ്കാരം.